ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനൂസ് ക്രിയേറ്റിവിറ്റീസ് വേൾഡ്. ഇറ്റ്സ് മീ മിനൂസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷു സ്പെഷ്യൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാന്ന്. അതായത് വിഷുവിൻ്റെ ദിവസത്തെ വീഡിയോസും പിന്നെ തലേദിവസത്തെ കുറച്ച് കാര്യങ്ങളും കാണിക്കാൻ വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:27 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മുതൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയൊന്നും കിട്ടാനില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കിണ്ടിയും ഈ വിളക്കും പുതിയതാണ്. ഇതൊക്കെ തുടച്ച് വെച്ചതാണ്. ഇത് പിന്നെ ഈ വിളക്ക് കൃഷ്ണൻ എല്ലാവർക്കും ഫാമിലിയർ ആയിരിക്കും. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ സഹായിച്ച കൃഷ്ണനാണ്. ചാമ്പൊക്കെ സെറ്റാണ്. പിന്നെ നമ്മളെ കണിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ സെറ്റാണ്. ഇത് ഞാനിപ്പോൾ പാർക്കി കൊണ്ടുവന്ന സാധനമാണ്. എനിക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറഞ്ഞാൽ മതിൽ തുള്ളിയപ്പോഴത്തേക്ക് വേണം, എന്നാലേ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് കിട്ടുള്ളൂ. ആൻഡ് ഇത് വേറൊരു ടൈപ്പ് ഫാഷൻ ഫ്രൂട്ട് ആണ് ഗൈസ്. ഈ റോസ് എനിക്ക് തണുത്തങ്ങാല് പോയിട്ടാകുമ്പോൾ ജ്യോതിത്തമ്മ തന്നെയാണ്. പിന്നെ ഈ കണിക്കൊന്ന കഴിഞ്ഞെല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ, ആർട്ടിഫിഷ്യലി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോഴേക്കും അമ്മമ്മ ഉണ്ണിയപ്പം ചുടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അമ്മ കിഴങ്ങ് മുറിക്കുന്നുണ്ടായിരുന്നു, കിഴങ്ങ് പൊടിയാക്കാൻ. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ബാക്കിയുള്ള അരപ്പിൽ ഈത്തപ്പൂ ഇട്ടാക്കി. പക്ഷെ ഞാനിതൊന്നും കഴിക്കാറില്ല. നമുക്ക് വിഷു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് തലേസത്തെ വെടിയൊക്കെ ആയിരിക്കും. സോ അതൊക്കെ സെറ്റാണ്. ഇത് ഞാൻ കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മളെ ഗ്രീൻ ബോംബ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ഇക്കൊല്ലം ഞങ്ങൾ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പൂക്കുറ്റി ഉണ്ട്, ചിരട്ടയല്ല ചക്രമുണ്ട്, പിന്നെ കമ്പിത്തിരി ഉണ്ട്, പിന്നെ പറങ്കൽ വെടി, പിന്നെ കുയിലിൻ്റെ ഒരു സംഭവം ഉണ്ട് വെടി, അതും ഉണ്ട് കേട്ടോ. സമയം 4:40 ആയിരിക്കും. ഞങ്ങൾക്ക് രാവിലെ കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു പോയത് വാങ്ങാൻ. ഇപ്പോൾ വേറെ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കിട്ടി. അങ്ങനെ വരുമ്പോഴേക്ക് കിഴങ്ങ് പൊടിയൊക്കെ റെഡിയാണ്. പിന്നെ ഉള്ളി ബജ്ജി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ആഘോഷങ്ങളെല്ലാം തുടങ്ങി. എനിക്ക് വിഷുവിൻ്റെ തലേദിവസം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞും ഞങ്ങളും ഒക്കെ കൂടി നല്ലോണം ആഘോഷിച്ചു. അങ്ങനെ രാത്രി കിടന്നു ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ. ഇനി കാണുന്ന വിഷുവിൻ്റെ രാവിലത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ കൃത്യം 4 മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ട്. അങ്ങനെ കുളിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ചിട്ട് വന്നിട്ട് റെഡിയാവാൻ പോലായി. വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ പാട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. ഇത് ഇന്നലത്തെ രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ റെഡിയായി ഒരു 8:30-9 മണിയാകുമ്പോഴേക്ക് കണിയൊക്കെ നോക്കി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 വീഡിയോ എടുത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടാ. പിന്നെ എണീക്കുന്നത് 11:30-ക്കാണ്, 9:30 മറ്റാണ് കിടന്നത്. അങ്ങനെ എണീറ്റ് ചാമ്പങ്ങയും ഓറഞ്ചൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിച്ചു. ഞങ്ങൾക്ക് ഉച്ചക്കും ഗസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് സദ്യയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഫുഡിൻ്റെ ഒരു ട്രാൻസിഷൻ വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് വേറെ എന്തിനേയും കാട്ടി ഇഷ്ടം സദ്യ തന്നെയാണ്. സത്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം ഫോൺ നോക്കി. വിഷുവിൻ്റെ സംഭവങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എന്ന പേരിൽ ഓരോ മുറിയിൽ ഓരോ മുലക്കുണ്ട്. പിന്നെ രാത്രിക്ക് പരിപാടി ഉണ്ടാകുന്ന വെടി പൊട്ടിച്ച് തീർക്കണം. കുറച്ച് കമ്പിത്തിരി ഉണ്ടായിരുന്നു. രാവിലെ ഫുള്ള് പൊട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ എല്ലാവർക്കും പോയി വന്ന് ക്ഷീണമായി പോയി. ഞാനില്ലേ കുറേ കൊല്ലങ്ങളായിട്ടുണ്ടാവും ഒരു മോർണിംഗ്, അതായത് ഇങ്ങനെ രാവിലെ തോക്കെ എണീച്ചിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ കൊല്ലത്തിന് ശേഷം ഇങ്ങനെ നടന്നത്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമോ? ലച്ചുനോട് എന്ത് പറഞ്ഞാലും ഓവറാക്കി ചെയ്യൂട്ടാ.